ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, അലിയാർ കാസിമി എന്ന് പറയുന്ന ഒരു ദയ്യൂബന്ദി തബ്ലീഗ് പുരോഹിതൻ, അദ്ദേഹം കേരളത്തിലെ സുന്നി സമൂഹത്തിൽ ചെറുതല്ലാത്ത സ്വാധീനങ്ങൾ ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അദ്ദേഹത്തിന്റെ സമീപകാലത്തെ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ അതിന് സഹായകമായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. പിന്നെ സുന്നി സമൂഹത്തിന് പൊതുവെ ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, അവരുടെ വീക്ഷണത്തിനനുസരിച്ച് ആരെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ എടുത്ത് നെഞ്ചേറ്റി നടക്കുന്ന ഒരു സ്വഭാവ വൈശിഷ്ട്യമാണ് പൊതുവെ സുന്നികൾക്ക് കാണുന്നത്. എന്നാൽ അതിന് പിന്നിലുള്ള ഹിഡൻ അജണ്ട, അതിന് പിന്നിലുള്ള അവരുടെ നിഗൂഢമായ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയപ്പെടുന്നതിന് മുൻപ് തന്നെ ഇത്തരം കക്ഷികളെ അവരുടെ ഫാൻസുകളായി അവരുടെ പ്രസംഗങ്ങളും അവരുടെ ക്ലിപ്പുകളുമൊക്കെ വ്യാപകമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു സ്വഭാവം സുന്നികൾക്കുണ്ട്. അത് പൊതുവെ നമ്മൾ കാണാറുണ്ട്. ഈ ഷാജൻ സ്കറിയ, അതല്ലെങ്കിൽ അനിൽ മുഹമ്മദ് അടക്കമുള്ള ഇസ്ലാം വിരുദ്ധ ശക്തികൾ എന്തെങ്കിലുമൊക്കെ സുന്നികൾ വിശ്വസിക്കുന്ന അവരുടെ നേതാക്കളെ കുറിച്ച് നല്ലതെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സുന്നികൾ അതെന്ത് ചെയ്യും, അതങ്ങ് എടുത്ത് വൈറലാക്കി കളയും. അപ്പൊ അങ്ങനെ വൈറലാക്കുന്ന വേളയിൽ മെച്ചക്കാരായി മാറുന്ന, ഹീറോകളായി മാറുന്ന ചില കഥാപാത്രങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു കഥാപാത്രമാണ് ഈ അലിയാർ കാസിമി. അങ്ങനെ പലരും ഷെയർ ചെയ്തപ്പോൾ എനിക്കും ഒരു കഴിഞ്ഞ ദിവസം അലിയാർ കാസിമിയുടെ ഒരു ക്ലിപ്പ് എന്റെ ഒരു സുഹൃത്ത് അദ്ദേഹം അയച്ചു തന്നു. അപ്പൊ ആ ക്ലിപ്പ് മറ്റൊന്നുമല്ല, നമ്മുടെ സമൂഹത്തില്, മുസ്ലിം സമൂഹത്തില് ഒരു ക്യാൻസറായിട്ട് വളർന്ന, മുസ്ലിം സമൂഹത്തിന് തലവേദനയായിട്ടുള്ള ഒരുപാട് കക്ഷികളുണ്ട്. പുത്തൻ പ്രസ്ഥാനക്കാര്, ബിദഈ കക്ഷികളുണ്ട്. അതിൽപ്പെട്ട കക്ഷികളാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന കക്ഷികൾ. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രം, അവരുടെ വാരികയായ പ്രബോധനം, ആ പ്രബോധനത്തിന്റെ പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ട് അലിയാർ കാസിമി നടത്തുന്ന ഒരു പ്രഭാഷണം, അദ്ദേഹം പ്രബോധനത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ആ പ്രബോധനത്തെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ അതിൽ അദ്ദേഹം ഒരുപാട് മദ്ഹുകൾ പറയുന്നുണ്ട് പ്രബോധനത്തിന്റെ. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, വേണമെങ്കിൽ ഞാൻ അതൊന്ന് കേൾപ്പിച്ചു തരാം. അപ്പൊ അത് കേട്ടപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അത് അയാൾ പറഞ്ഞത് കൊണ്ടുള്ള വിഷമമല്ല, ഇവരെയാണല്ലോ നമ്മുടെ സുന്നികള് കൊണ്ടു നടക്കുന്നത് എന്നുള്ള ഒരു വിഷമം. അപ്പോ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് എനിക്ക് തോന്നി. വാസ്തവത്തിൽ ആരാണ് ഈ അലിയാർ കാസിമി? അലിയാർ കാസിമി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആരാണ്? അദ്ദേഹം ഒരു പഠിച്ച തബ്ലീഗുകാരനാണ്. വളരെ കൃത്യമായ അജണ്ടയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ദയ്യൂബന്ദിയാണ്. അദ്ദേഹത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട്. അദ്ദേഹം ഏത് പ്രസ്ഥാനത്തിന്റെ ആളാണ്? ജമിയത്തുൽ ഉലമായെ ഹിന്ദ് എന്ന് പറയുന്ന സംഘടനയുടെ വക്താവാണ്. ജമിയത്തുൽ ഉലമായെ ഹിന്ദ് എന്ന് പറയുന്ന സംഘടന ഏത് സംഘടനയാണ്? ബ്രിട്ടീഷുകാരിൽ നിന്ന് അച്ചാരം വാങ്ങി ബ്രിട്ടീഷുകാരുടെ സ്റ്റൈപ്പൻഡോടുകൂടി പ്രവർത്തിച്ച ഇല്യാസ് കാന്തലവി എന്ന് പറയുന്ന തബ്ലീഗുകാരന്റെ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രസ്ഥാനമാണ് ജമിയത്തുൽ ഉലമായെ ഹിന്ദ്. നിങ്ങൾക്കറിയാം, ആ പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരാണ്, ഇല്യാസ് കാന്തലവിയുടെ പിന്മുറക്കാരാണ്, മഹമൂദുൽ ഹസൻ ദയ്യൂബന്ദിയുടെ പിന്മുറക്കാരാണ്, കാസിം നാനൂത്തവിയുടെയും റഷീദ് അഹമ്മദ് ഗാംഗോഹിയുടെയും ഖലീൽ അഹമ്മദ് അംബേട്ടവിയുടെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമ കടുത്ത പുത്തൻവാദികളാണ് എന്ന് ഫത്വ കൊടുത്ത ഇക്കൂട്ടരുടെ പിന്മുറക്കാരാണ് ജമിയത്തുൽ ഉലമായെ ഹിന്ദ്. അതിന്റെ കുഞ്ചിക സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് അലിയാർ കാസിമി. നിങ്ങൾ നോക്കൂ, ഈ ഇലിയാസ് മൗലവി, അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാരുടെ സഹായം കിട്ടിയിരുന്നു. ഇലിയാസ് കാന്തലവിക്ക്
മഖാലമത്തു സദറൈൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഈ ദൈവബന്ധികൾ ഇറക്കിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ പറയുന്നത് കാണാം. കണ്ടോ, മൗലാന ഹിഫ്സുർ റഹ്മാൻ സാഹിബിനെ കഹാ കെ മൗലാന ഇലിയാസ് സാഹിബ് रहमतुल्लाह अलैह की तबलीगी तहरीक को भी इब्तिदा हुकूमत की जानिब से हाजी रशीद अहमद साहिब कुछ रुपया मिलता था फिर बंद हो गया. കണ്ടോ, ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് അവരിൽ നിന്ന് ഹാജി റഷീദ് അഹമ്മദ് സാഹിബിലൂടെ ഇലിയാസ് കാന്തലവിക്ക് പണം കിട്ടുമായിരുന്നു. പിന്നെ അത് നിന്നുപോയി എന്നാണ് ഈ പുസ്തകത്തിൽ മഖാലമത്തു സദറൈൻ എന്ന് പറയുന്ന ദൈവബന്ധികൾ ഇറക്കിയ പുസ്തകത്തിൽ പറയുന്നത്. അങ്ങനെയുള്ള ഈ ഇലിയാസ് കാന്തലവിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരാണ് ജമിയത്തുൽ ഉലമായെ ഹിന്ദ് എന്ന് പറഞ്ഞ കടുത്ത തബ്ലീഗി ആശയമാണ് അവർക്കുള്ളത്. അതിന്റെ രാഷ്ട്രീയ മുഖമാണ്, രാഷ്ട്രീയവും മതപരമായിട്ടുള്ള മുഖമാണ് ഈ ജമിയത്തുൽ ഉലമാ. അതിന്റെ പ്രധാനപ്പെട്ട ആളാണ് അലിയാർ കാസിമി. പക്ഷേ നിർഭാഗ്യവശാൽ ഈ അലിയാർ കാസിമി നമ്മുടെ സുന്നി മഹല്ലുകളിൽ അദ്ദേഹം എഴുന്നള്ളിക്കപ്പെടുന്നു എന്നുള്ളതാണ് വിരോധാഭാസം. ഞാനിപ്പോ ഈ അടുത്ത് കണ്ടു, നമ്മുടെ പെരുമ്പാവൂരുള്ള ഒരു മഹല്ലില് അദ്ദേഹം പങ്കെടുക്കുന്നു, അലിയാർ കാസിമി പങ്കെടുക്കുന്നു. കോട്ടയത്ത് നടന്ന സുന്നികളുടെ ഒരു പരിപാടിയിൽ അലിയാർ കാസിമി പങ്കെടുക്കുന്നു. അലിയാർ കാസിമിയുടെ ക്ലിപ്പുകള്, അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങള് സുന്നികൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. പക്ഷേ സുന്നികൾക്കറിയില്ല ആരാണ് അലിയാർ കാസിമി എന്ന്. അദ്ദേഹം ഒരു പഠിച്ച ദൈവബന്ധിയാണ്, അദ്ദേഹം ഒരു പഠിച്ച തബ്ലീഗുകാരനാണ്. എന്താണ് അദ്ദേഹത്തിന്റെ ആശയം? അദ്ദേഹത്തിന്റെ ആശയം സുന്നികൾ വിശ്വസിക്കുന്ന ഇസ്തിഗാസ അടക്കമുള്ള സുഹൃതങ്ങൾ അത് ഹറാമാണ്, ചെയ്യാൻ പാടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ആശയം. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു നോക്ക്. അതുകൊണ്ട് അദ്ദേഹം ഈ പെരുമ്പാവൂരിലെ മഹലിൽ നടന്ന കുത്തുബിയത്ത് പരിപാടി, അന്ന് ഷെയ്ഖുന എ പി ഉസ്താദ് അടക്കമുള്ളവർ പങ്കെടുത്ത പരിപാടിയായിരുന്നു. ആ കുത്തുബിയത്ത് പരിപാടി അദ്ദേഹം പങ്കെടുത്തില്ല. അതിൽ അദ്ദേഹം പറഞ്ഞ ന്യായം, ഞാൻ അതിനെ എതിർക്കുന്നയാളാണെന്നാ. അദ്ദേഹത്തിന്റെ മഹൽ, അദ്ദേഹം നിൽക്കുന്ന എനിക്ക് തോന്നുന്നു എറണാകുളം ജില്ലയിലെ പടമുകളോ മറ്റോ ആണ്. ആ മഹലിൽ അദ്ദേഹം ജോലി ചെയ്യുന്നത്. അവിടെയും കുത്തുബിയത്ത് നടക്കാറുണ്ട്, അതിലും അദ്ദേഹം പങ്കെടുക്കാറില്ല. എന്താ കാരണം? അദ്ദേഹം പറയുന്നത് ഹറാമാണ് എന്നാണ്. അപ്പൊ തുടർച്ചയായിട്ട് ഒരു വിഭാഗം ഹറാമ് ചെയ്താൽ അവരാരാണ്? ഫാസിക്കാണ്, ഫാസിക്കായി മാറും അല്ലേ? അപ്പൊ കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികൾ ഫാസിക്കീങ്ങളാണ് എന്ന് വാദിക്കുന്നയാളാണ് അലിയാർ കാസിമി. നിങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചു നോക്കിക്കോ, അദ്ദേഹം പറഞ്ഞു തരും. പക്ഷെ വളരെ ഹിക്മത്തോടു കൂടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അത് സാധുക്കളായ സുന്നികൾക്ക് അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ ഈ അലിയാർ കാസിമി വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ പ്രബോധനം വായിക്കണം, പ്രബോധനം എന്തോ മഹത്തായ കർമ്മങ്ങൾ ചെയ്ത, എന്തോ വലിയ വിപ്ലവം സാധിച്ച ഒരു വാരികയാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. കണ്ടോ, അദ്ദേഹം പറയുന്നത് കേൾക്കൂ. കണ്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കേരള ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രം ആയ പ്രബോധനം മാസിക ചെറുപ്പം മുതലേ ശ്രദ്ധിക്കുന്ന, വായിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വിനീതൻ. ഇസ്ലാമിന്റെ കാലോചിത വായനയ്ക്കും ലോകത്ത് ഇസ്ലാമിന് അനുകൂലവും പ്രതികൂലവുമായി നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയവും അരാഷ്ട്രീയവുമായ നീക്കങ്ങളെ കുറിച്ച് ചെറുപ്പകാലം മുതലേ ബോധവാനാകുന്നതിനും എന്റെ യുക്തി ചിന്തയെ ത്വരിതപ്പെടുത്തുന്നതിലും പ്രബോധനം വായന എന്നെ ഏറെ സഹായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നു. സമൂഹത്തിന് സ്വീകാര്യമായ ഭാഷയിലും ശൈലിയിലും ഇസ്ലാമിക ആശയങ്ങളെ കാലോചിതമായി പരിചയപ്പെടുത്തുന്ന പ്രബോധനത്തിന്റെ വേറിട്ട പ്രബോധന ശൈലി, അതാണ് എന്നെ. പിന്നെ ഇയാൾ ഒരുപാട് മധു പറയുന്നുണ്ട്. എന്ത് ഇസ്ലാമിക ആശയമാണ് ഈ പ്രബോധനം സമൂഹത്തിൽ നടത്തുന്നത്? ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങളുടെ കൂത്തരങ്ങാണ് പ്രബോധനം. ഒരുപാട് തെളിവ് എന്റെ അടുത്തുണ്ട്, ഒരുപാട് തെളിവുകൾ. ഇസ്ലാമിക വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന വാരികയാണ് പ്രബോധനം, ഒരു സംശയമില്ല. ഞാൻ ഓർക്കുന്നു, എറണാകുളം ജില്ലയിൽ, ഞാൻ എറണാകുളത്തുകാരനാണ്, ഇദ്ദേഹം എറണാകുളം ജില്ലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. എറണാകുളത്ത് എടപ്പള്ളി പള്ളിയിൽ മറവിട്ട് കിടക്കുന്ന മഹാനായ വലിയുല്ലാഹി കെ പി അബൂബക്കർ ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്,
അവിടെ നിന്നാണ് എറണാകുളത്തെ ഇന്ന് ഈ കാണുന്ന എറണാകുളമാക്കി ശരിക്കും മാറ്റിയത്. അവിടുത്തെ ആത്മീയ ചൈതന്യം കൊണ്ട് എറണാകുളത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ശക്തമായ നവോത്ഥാനം തജ്ദീദ് ഉണ്ടാവുകയുണ്ടായിട്ടുണ്ട്. അത് പിന്നെ ഏറ്റെടുത്തുകൊണ്ട് പിൽക്കാലക്കാരായ പണ്ഡിതന്മാർ അത് വളരെ വിശാലമായിട്ട് അവർ അത് നടപ്പിലാക്കി. ആ മഹാനായ എടപ്പള്ളി ഉസ്താദ്, അവിടെ മറവിട്ട് കിടക്കുന്ന മഹാനവറുകള്, അവിടുന്ന് ഒരിക്കൽ പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടുണ്ട്, ഈ പ്രബോധനം മുസ്ലിങ്ങളുടെ വീട്ടിൽ കയറ്റരുത് എന്ന് പറഞ്ഞുകൊണ്ട്. എറണാകുളത്തുകാരോട് എടപ്പള്ളിക്കാരോട് ചോദിച്ചു നോക്കും, അവർ പറഞ്ഞു തരും. ഉസ്താദ് ഈ പ്രബോധനം ഒരിക്കൽ വായിക്കുകയും അതിനകത്തുള്ള ഇസ്ലാം വിരുദ്ധ ആശയങ്ങൾ മനസ്സിലാക്കി ഉസ്താദ്, മഹാനായ മർഹൂം എടപ്പള്ളി ഉസ്താദ്, അവിടുന്ന് പത്രത്തിൽ പരസ്യം കൊടുത്തു, മുസ്ലിം വീടുകളിൽ പ്രബോധനം കയറ്റാവതല്ല, മുസ്ലിം വീടുകൾക്ക് പ്രബോധനം വർജ്യമാക്കണം, ഒരു മുസ്ലിം ഒരിക്കലും പ്രബോധനം വായിക്കരുത് എന്ന് മഹാനായ മർഹൂം എടപ്പള്ളി ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുന്ന് ഫത്വ കൊടുക്കുകയുണ്ടായി. ആ പ്രബോധനം ഇസ്ലാമിക ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതാണെന്നും അത് നിങ്ങളൊക്കെ വായിക്കണം എന്നുമാണ് ഈ അലിയാർ കാസിമി പറയുന്നത്. മുസ്ലിങ്ങളെ, സുന്നികളെ, എന്റെ ശബ്ദം കേൾക്കുന്ന സുന്നി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റോ? എങ്ങനെ പറ്റും? നോക്കൂ, ഇത് പ്രബോധനമാണ്. പ്രബോധനത്തിൽ എഴുതുന്നത് എന്താണ്? മൗലിദിനെ തുടർന്നുള്ള സദ്യയെ എതിർക്കുന്നത് അത് നെജസായതുകൊണ്ടോ മൗലിദിനെ തുടർന്ന് ഭുജിക്കുന്നത് കൊണ്ടോ നബിദിനത്തിൽ പാകം ചെയ്തതുകൊണ്ടോ ഒന്നുമല്ല. മൗലിദ് പാരായണവും തുടർന്നുള്ള സദ്യയും ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുള്ള ഒരു സവിശേഷ ആരാധനാ കർമ്മമാണ് എന്ന സങ്കല്പമുള്ളത് കൊണ്ടാണ്. കൂടാതെ ആ ഭക്ഷണത്തിന് ഒരു വക ദിവ്യത്വവും സിദ്ധികളും ഒക്കെ ഉണ്ടെന്നും ചിലർ വിശ്വസിക്കുന്നുണ്ട്. ഇതൊക്കെ അബദ്ധജടിലമായ വിശ്വാസങ്ങളാണ്, പ്രബോധനത്തിൽ എഴുതിയതാണ്. ഇത് മുസ്ലിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റോ? മൗലിദാഘോഷം എന്ന് പറയുന്നത് അതൊരു മുസ്ലിമിന്റെ അടിസ്ഥാനപരമായ അഭിലാഷമാണ്. മതത്തില് ഏറ്റവും വലിയ ഫായിദകളുള്ള ഒരു പ്രവർത്തനമാണ്. മൗലിദുമായി ബന്ധപ്പെട്ട ഭക്ഷണത്തിന് പ്രത്യേകതയുണ്ട്, ഒരു സംശയവുമില്ല. പ്രബോധനം അത് നിഷേധിക്കുന്നു. ഇനി നോക്കൂ, നോമ്പ് സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക സുബഹി ബാങ്ക് കേട്ടാലും അത്യാവശ്യം വല്ലതും കഴിക്കാമെന്ന അഭിപ്രായം ശരിയാണോ എന്ന് പ്രബോധനത്തിൽ ചോദിക്കുന്നു. പ്രബോധനന്റെ മുഫ്തി പറയും, നിങ്ങളിൽ ഒരാൾ പാത്രം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുക ബാങ്ക് കേട്ടാൽ അതിൽ നിന്ന് തന്റെ ആവശ്യം നിർവഹിക്കാതെ പാത്രം വെക്കേണ്ടതില്ല എന്നർത്ഥത്തിൽ ഒരു നബിവചനം അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാല് നിങ്ങൾക്കറിയാലോ. പിന്നെ അയാൾ വിശദീകരിക്കുന്നുണ്ട്, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. കഴിച്ചോ, ഒരു പ്രശ്നവുമില്ല. ഇത് ഇസ്ലാമിക ആശയമാണോ? അലിയാർ കാസിമി, ഇത് ഇസ്ലാമിക ആശയമാണോ? പിന്നെ നോക്കൂ, ഇന്ത്യൻ ജനാധിപത്യ ക്രമത്തിൽ വിശ്വസിച്ച കാഫറാവും. അള്ളാഹു അവതരിപ്പിച്ചത് പ്രകാരമല്ലാതെ വിധി കൽപ്പിക്കുന്നതും വിധി തേടുന്നതും കുഫറാണ്, സത്യനിഷേധമാണെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഷെയ്ഖ് അഹമ്മദ് ബിൻ ഹജർ, ശരീഅത്ത് കോട്ട, ഖത്തർ, ദൈവനിയമങ്ങളും മുസ്ലിങ്ങളും എന്ന ലേഖനത്തിൽ പ്രബോധനത്തിൽ വന്നതാണ്. ഇനി കാണുന്നു, നോക്കൂ, പ്രബോധനം മാസിക 1955 ഏപ്രിൽ ലക്കത്തിൽ വന്നതാണ്. മഹാന്മാരുടെ ശരീരം ജീർണിക്കുക ഇല്ല എന്നതിന് ഒരുപാട് തെളിവുകളുണ്ടല്ലോ. എന്താണ് നിങ്ങളുടെ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം? അതിന് മറുപടി, പ്രവാചകന്മാരുടെ മൃതദേഹങ്ങൾ മണ്ണു തിന്നണമെന്ന് ഈ ലേഖനം യാതൊരു ശാഠ്യവുമില്ല. അവ എന്നെന്നും കേടുകൂടാതെ ഇരിക്കുമെങ്കിൽ ഇരുന്നോട്ടെ, ഒരു വിരോധവുമില്ല. എന്നാൽ പ്രവാചക ശരീരം മണ്ണ് തിന്നുകയില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ ആധികാരികമായ തെളിവൊന്നും ഈ ലേഖനം കണ്ടിട്ടില്ല. ഈ ലോകത്ത് 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ ജീവിച്ചിട്ടുണ്ടല്ലോ. ഇവരിൽ ആരുടെയും മൃതദേഹം കേടുകൂടാതെ ഇരിക്കുന്നതായി അറിവില്ല. പ്രവാചകന്മാർക്ക് മരിക്കാമെങ്കിൽ അവരുടെ മൃതദേഹങ്ങൾ മണ്ണിൽ മറമാടുകയും ചെയ്യാമെങ്കിൽ പിന്നെ ആ ജനങ്ങൾ മണ്ണിൽ ചേരാതെ ഇരിക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേക ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല. പച്ചയായ ഇസ്ലാം വിരുദ്ധ ആശയമാണ്, നസ്സിന് വിരുദ്ധമായ ആശയമാണ്. ഇന്നല്ലാഹ ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയാഇ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അമ്പിയാക്കളുടെ ശരീരം മണ്ണ് തിന്നുന്നതിൽ നിന്ന് അള്ളാഹു വിലക്കിയിരിക്കുന്നു. ഇത് പ്രബോധനത്തിൽ വന്നതാണ്. ഈ ആശയം മുസ്ലിങ്ങൾ വായിക്കുകയും പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണമെന്നാണ് അലിയാർ കാസിമി പറയുന്നത്. ഇനിയും എത്രയോ ഇസ്ലാം വിരുദ്ധമായ ആശയങ്ങൾ നോക്കൂ. ഇസ്ലാം വിരുദ്ധ ആശയങ്ങളുടെ ഘോഷയാത്രയാണ് ഇവർ നടത്തുന്നത്. ഇതുണ്ടോ, മൗദൂദിയോട് ചോദ്യോത്തരം. എന്താണ്? തഫ്സീറിന്റെയും ഹദീസ് വ്യാഖ്യാനങ്ങളുടെയും ഫിഖ്ഹിന്റെയും പുരാതന ഗ്രന്ഥങ്ങളും അതേപ്രകാരം ഞാൻ വായിച്ചിരിക്കുന്നു. എന്നാൽ ആധുനിക കാലത്തെ ശാസ്ത്ര വിജ്ഞാനങ്ങൾ പഠിക്കുന്നവരുടെ ഹൃദയത്തിൽ തറഞ്ഞു കിടക്കുന്ന സംശയങ്ങളുടെ മുള്ളുകൾ നീക്കുന്ന യാതൊന്നും ആ ഗ്രന്ഥങ്ങളിൽ ഇല്ല. നഊദു ബില്ലാഹി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നോക്കൂ, വിശുദ്ധ ഖുർആന്റെ തഫ്സീർ, അതാ ഖുർആനിലൊന്നുമില്ല എന്ന് ഇയാൾ പറയുന്നത്. ആധുനിക കാലഘട്ടത്തിന് യോജിക്കാത്തതാണ് ഖുർആൻ, അല്ലെങ്കിൽ ഖുർആന്റെ തഫ്സീർ എന്ന് പറഞ്ഞ ഖുർആനാണല്ലോ, അല്ലെങ്കിൽ ഹദീസ് വ്യാഖ്യാനങ്ങൾ എന്ന് പറഞ്ഞ ഹദീസുകളാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ രചിച്ച ഫിഖ്. ലോകത്തുള്ള സർവ്വ പ്രശ്നങ്ങൾക്കും ഫിഖിൽ നിവാരണമുണ്ട് എന്ന് ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചിട്ടുണ്ട്.
സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലു സുന്നയുടെ ഇമാമിങ്ങളുടെ മൊത്തം ഇജ്മാ ആണത്. എല്ലാ പ്രശ്നങ്ങൾക്കും ഫിഖ്ഹിന്റെ കിതാബുകളിൽ നിവാരണമുണ്ട്. എന്നിട്ട് ഇയാൾ പറയുന്നത് അത് എനിക്ക് ആധുനിക കാലഘട്ടത്തിൽ പറയാൻ പറ്റൂല എന്നാണ് മൗദൂദി പറയുന്നത്. മൗദൂദിയുടെ ചോദ്യോത്തരമാണ്, പ്രബോധനത്തിൽ വന്നതാണ്. ഇത് മുസ്ലിങ്ങൾ വായിച്ച് മനസ്സിലാക്കി പ്രചരിപ്പിക്കണം എന്നാണ് അലിയാർ കാസിമി പറയുന്നത്. ഇനി നോക്ക്, അതിനേക്കാൾ ഗുരുതരമായ ആരോപണം കണ്ടോ. സുന്നികളും സുന്നത്ത് ജമാഅത്തും 1988 ഡിസംബർ 31 പ്രബോധനം പറയുന്നത് എന്താ? സൂഫികളെ അദ്വൈത പട്ടം പുലർത്തിയവർ വരെ സുന്നികൾ എന്ന നിലയിൽ അഭിപ്രായപ്പെടുന്നത് സുന്നികൾക്കിടയിലെ പ്രചാരത്തിലുള്ള മൗലൂദ് കിതാബുകളിൽ അദ്വൈതവാദപരമായ ധാരാളം ശ്ലോകങ്ങൾ കാണാം. ഹദ്ദാദ് റാത്തിബിൽ ഒരിടത്ത് ഇങ്ങനെ വായിക്കാം: നീ എന്റെ സത്തയോടൊപ്പം സദാ ഉണ്ടായിരിക്കെ ഞാൻ എവിടെ, നീയും വ്യക്തമല്ല ഞാനും വ്യക്തമല്ല, നമ്മൾക്കിടയിൽ അള്ളാഹുവുമില്ല. ഇങ്ങനെ ഒന്ന് ഹദ്ദാദ് റാത്തിബിലില്ല. ഞങ്ങളൊക്കെ ദിവസേന ഹദ്ദാദ് റാത്തിബിൽ ചെല്ലുന്നവരാ. ഇങ്ങനെ ഒന്ന് ഹദ്ദാദ് റാത്തിബിലില്ല. പച്ചക്കളവ് എഴുതി വെച്ചിരിക്കുന്നു. ഹദ്ദാദ് റാത്തിബിൽ അദ്വൈതവാദം ഉണ്ട്. പിന്നെ എഴുതുന്നോ, നുബുവത്വവാദം സുന്നികളിൽ കടന്നുകൂടിയത് കാണുക. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ മൗലിദിൽ ഷെയ്ഖ് അവർ പറയുന്നതായി ഗ്രന്ഥകർത്താവ് അവതരിപ്പിക്കുന്നു: സൗഭാഗ്യപൂർവ്വം ഞാൻ ജനിച്ചത് മുതൽ ഉപരിലോകം അലങ്കൃതമാക്കപ്പെട്ടിരിക്കുന്നു. ഞാനാണ് അന്ത്യ ദൈവദൂതനും പ്രഥമ നബിയും. ഇന്നാലില്ല. മുഹീദ്ദീൻ മൗലിദ് നമ്മളൊക്കെ ചെല്ലാറുള്ളതല്ലേ. മുഹീദ്ദീൻ മൗലിദ് മൊഹീദ്ദീൻ ഷെയ്ഖ് തങ്ങൾ പറഞ്ഞത്രേ ഞാൻ അന്ത്യപ്രവാചകനാണെന്ന് പറഞ്ഞത്. നുബുവത്വവാദമുണ്ടെന്ന് VC അഹമ്മദ് കുട്ടി മാഹി എഴുതിയ സുന്നികളും സുന്നത്ത് ജമാഅത്തും എന്ന് പറയുന്ന ലേഖനം പ്രബോധനത്തിൽ വന്നതാണ്. ഇത് വായിക്കണമെന്നും ഇത് ഇസ്ലാമിക ആശയമാണെന്നുമാണ് അലിയാർ കാസിമി പറയുന്നത്. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? എന്റെ ശബ്ദം കേൾക്കുന്ന വല്ല മഹല്ല് ഭാരവാഹികളും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അലിയാർ കാസിമിയുടെ തനിനിറം മനസ്സിലാക്കുക. ഇനിയുമുണ്ട് ധാരാളം. എന്റെ പ്രിയപ്പെട്ടവരെ കണ്ടോ, മഹാന്മാരായ പ്രവാചകന്മാരോട് ശുപാർശ ആവശ്യപ്പെടാൻ പാടില്ല. ആവശ്യപ്പെടുന്ന അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. നഊദു ബില്ലാഹ്. വിശുദ്ധ ഖുർആന്റെ നസ്സാണ്. നിങ്ങൾ സ്വശരീരത്തോട് തെറ്റു ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മുത്തുനബിയുടെ അടുത്ത് ചെന്ന് വയസ്അലൂഹു, മുത്തുനബിയോട് നിങ്ങൾ ആവലാതി ബോധിപ്പിക്കണം. യാ ഖൈറ മൻ ദുഫിനത് ബിൽഖാഇ അഉദുഹു ഫത്വാബ മിൻ തീബിഹിന്നൽ ഖാഉ വൽ അഖമു എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? മുത്തുനബിയോട് ചെന്ന് ആവലാതി ബോധിപ്പിക്കണം. മുത്തുനബി എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യണമെന്ന് പറയണം. ഖുർആന്റെ നസ്സാണ്. അത് പാടില്ല എന്നാണ് ഈ പ്രബോധനത്തിൽ പറയുന്നത്. പ്രബോധനം മാസം 1978 ജൂലൈ. ഇത് മുസ്ലിങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് അലിയാർ കാസിമി പറയുന്നത്. കണ്ടോ, ഇനി ഷൂ ധരിച്ചവർ വുസു ചെയ്യുമ്പോൾ ഷൂവിന്മേൽ വെള്ളം കൊണ്ട് തടവിയാൽ മതിയാകും. ഷൂവിന് പകരം സോക്സ് ഉണ്ടെങ്കിൽ അതിൽ തടയാലും കുഴപ്പമില്ല. ചെരുപ്പ് ധരിച്ചവർക്ക് ചെരുപ്പിന്റെ മേൽ തടവിയാലും വുസു പൂർത്തിയാക്കാം. പ്രബോധനം 1984 സെപ്റ്റംബർ. ഈ ആശയം ഉൾക്കൊള്ളണമെന്നാണ് അലിയാർ കാസിമി പറയുന്നത്. കണ്ടോ, ജീവിതത്തിൽ ഉടനീളം അനുവർത്തിച്ചു വരുന്ന ഇസ്ലാം വിരുദ്ധ ചെയ്തികൾക്കെല്ലാം ഒരു പരിഹാരമായിട്ടാണ് പലരും മൗലിദ് സദ്യകൾ സംഘടിപ്പിക്കുന്നത്. മൗലിദ് സദ്യകൾ കണ്ട് പ്രസാദിക്കുന്ന പ്രവാചകൻ നോക്കൂ, മൗലിദ് സദ്യകൾ കണ്ട് പ്രസാദിക്കുന്ന പ്രവാചകൻ അത് സംഘടിപ്പിക്കുന്നവരുടെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കാൻ അള്ളാഹുവിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും അങ്ങനെ തങ്ങൾ അലമ്പില്ലാതെ സ്വർഗത്തിലേക്ക് എത്തുമെന്നൊക്കെയാണ് വിശ്വാസം. സാമ്പത്തിക അവസ്ഥക്കാരൻ സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ 10,000-ഓ 15,000-ഓ കൊടുക്കേണ്ടതുണ്ടെങ്കിലും അത് കൊടുക്കാതെ 500-ഓ 1000-ഓ മൗലിദ് ഫണ്ടിലേക്ക് നൽകി രക്ഷപ്പെടുന്ന മാന്യന്മാരുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മൗലിദിനെയും മുത്തുനബിയെയും കൊച്ചാക്കിയിട്ട് സംസാരിക്കുന്നു ഈ പ്രബോധനത്തിൽ. 1956 ഫെബ്രുവരിയിലെ പ്രബോധനത്തിൽ നോക്കൂ, ഈ ആശയം ഞങ്ങൾ ഉൾക്കൊള്ളണമോ? ഇനി സക്കാത്ത് കൊടുക്കണ വിഷയത്തിൽ കണ്ടോ, ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും ശത്രുതയില്ലാത്തവരും സൗഹാർദ്ദത്തിൽ വർത്തിക്കുന്നവരുമായ അമുസ്ലിങ്ങൾക്കും സക്കാത്തിൽ നിന്ന് ഒരംശം വിതരണം ചെയ്യാവുന്നതാണെന്നാണ് ഈ ലേഖകൻ മനസ്സിലാക്കുന്നത്. പ്രബോധനം മാസം 1955 ജനുവരി. ഇങ്ങനെ കടുത്ത ഇസ്ലാം വിരുദ്ധ ആശയങ്ങൾ. ഇനി തഖ്ലീദിന്റെ വിഷയത്തിൽ മദ്ഹബുകൾ സ്വീകരിക്കാം. മദ്ഹബ് ഇമാമുകളെ തഖ്ലീദും ചെയ്യാം. പക്ഷേ അവരെ തെറ്റുപറ്റാത്ത മഅസൂമുകളായി പാപസുരക്ഷിതരായിരുന്നു കരുതരുതേ. ചോദ്യോത്തരത്തിൽ മുജീബ് പറയുന്നു. 1997 മെയ് 24 ഖുർആന്റെ നസ്സല്ലേ, യാ അയ്യുഹല്ലദീന ആമനു അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല വഉലിൽ അംരി മിൻകും. ഉലിൽ അംറുകൾ എന്ന് പറഞ്ഞാൽ അഹ്ലുൽ ഹല്ലി വൽ അഖദ്, ഇജ്തിഹാദിന്റെ പദവി എത്തിച്ച മുജ്തഹിദുകളായ മദ്ഹബിന്റെ ഇമാമുകളാണ്. തെറ്റ് ചെയ്യുന്നവര്, തെറ്റ് ചെയ്യാൻ സാധ്യതയുള്ളവരോട് അവരെ പിൻപറ്റണമെന്ന് ഖുർആൻ പറയുമോ? മൗദൂദികൾ മറുപടി പറയാൻ പറ്റോ? അലിയാർ കാസിമിക്ക് മറുപടി പറയാൻ പറ്റോ? അള്ളാഹു പറയുകയാണ് നിങ്ങൾ ഉലിൽ അംറുകളെ പിൻപറ്റണം എന്ന് പറഞ്ഞാൽ മദ്ഹബിന്റെ ഇമാമുകളെ പിൻപറ്റണം. അവര് തെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ, തെറ്റ് പറ്റാവുന്നവരാണെങ്കിൽ ഇന്ന് ലോകത്ത് ഇസ്ലാം ഇല്ല. ഇന്നത്തെ ലോകത്ത് അവതരിച്ചിരിക്കുന്ന ഇസ്ലാം അത് തെറ്റിൽ നിന്ന് മുക്തമാകാത്ത, തെറ്റുകൾ നിറഞ്ഞ സ്ഖലിതങ്ങളുള്ള ഇസ്ലാമാണെന്ന് പറയേണ്ടി വരും. കാരണം എന്താ? മുത്തുനബിയുടെ ഹദീസുകൾ മുഴുക്കയും ലഭിച്ചിട്ടുള്ളത് മദ്ഹബിന്റെ ഇമാമുകൾക്കാണ്. ആ ഹദീസുകൾ വെച്ചുകൊണ്ടാണ്
വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നിയമങ്ങൾ കണ്ടെത്തി നമുക്ക് മദ്ഹബായിട്ട് ഇവിടെ അവർ എത്തിച്ചു തന്നിട്ടുള്ളത്. അവരിലൂടെ അല്ലാതെ ഇസ്ലാം നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അതാണ് ലാ യജൂസു 4 മദ്ഹബ്, 4 മദ്ഹബ് സ്വീകരിക്കണമെന്ന് ഇമാം സ്വാവിയെ പോലെയുള്ള റളിയല്ലാഹു അൻഹു മഹാന്മാര് പഠിപ്പിച്ചിട്ടുള്ളത്. 4 മദ്ഹബ് സ്വീകരിച്ചാൽ അവൻ ഇസ്ലാം അവൻ കുഫറിന്റെ അടിസ്ഥാനമാണ് അവനുള്ളത് എന്നാണ് അല്ലാമ സ്വാവി റഹിമഹുള്ളയൊക്കെ പറഞ്ഞത്. അപ്പൊ ഇസ്ലാം സ്വീകരിക്കണമെങ്കിൽ മദ്ഹബിലേക്ക് പോകണം. മദ്ഹബിന്റെ ഇമാമുമാര് തെറ്റുപറ്റുന്നവരാണെങ്കിൽ പിന്നെ ഈ മദ്ഹബിലുള്ളതും തെറ്റുള്ളതായിരിക്കുമല്ലോ, അല്ലേ? മുംകിനായ ഒരു കാര്യമല്ലേ, തെറ്റ് സംഭവിക്കാം, മുംകിൻ. അപ്പൊ അവർക്ക് തെറ്റുപറ്റില്ല. അവർക്ക് പാപസുനിശ്ചിത്വം എന്നുള്ളത് പ്രവാചകന്മാർക്കുള്ള ഒരു പ്രത്യേകതയാണ്, നമുക്കത് സംശയമൊന്നുമില്ല. പക്ഷെ ഇവർക്ക് തെറ്റുപറ്റിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തെറ്റുപറ്റുന്നവരെ അനുധാവനം ചെയ്യണമെന്ന് ഖുർആൻ ഒരിക്കലും പറയില്ല, അല്ലേ? നമ്മൾ വായിക്കുന്നതല്ലേ വിശുദ്ധ ഖുർആനിൽ. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ നിരവധി ഇടങ്ങളിൽ ഇസ്ലാം വിരുദ്ധ കാര്യങ്ങൾ. എന്നിട്ട് ഒരു വലിയ മഹാനായിട്ട് വരുന്ന പാൻ ഇസ്ലാമിസത്തിന്റെ വക്താവായിരുന്ന ജമാലുദ്ദീൻ അഫ്ഗാനി, ഈജിപ്തിൽ ഉൾപ്പതിഷ്ഠു ചിന്തയുടെ പ്രചാരകനായിരുന്നു. റഷീദ് റിള, ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഇസ്ലാമിക ദർശനത്തിന് പുതിയ മാനങ്ങൾ നൽകിയ മുഹമ്മദ് ഇഖ്ബാൽ തുടങ്ങിയ പല മഹാന്മാരും. ഇതൊക്കെ മഹാന്മാരാ? ഈ റഷീദ് റിള, ജമാലുൽ അഫ്ഗാനി മഹാന്മാരാണോ? പച്ച മുബത്തദികളാണ് ഇവരൊക്കെ. ഇന്ന് ലോകം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഇവർ മൂലമുണ്ടായതാണ്. നമ്മുടെ കേരളത്തില് മറഞ്ഞ മാർഗത്തിലൂടെയുള്ള സഹായചട്ടം ശിർക്കാണ് എന്ന് സിദ്ധാന്തിച്ചവരിൽ പ്രധാനിയാണ് ഇവരൊക്കെ. അങ്ങനെ ഇസ്ലാം വിരുദ്ധ ആശയങ്ങൾ പ്രധാനമായിട്ടും പ്രചരിപ്പിച്ച ഇസ്ലാമിന്റെ കടുത്ത ഇസ്ലാമിന്റെ അദൂവ്യങ്ങളിൽപ്പെട്ടവരാണ് ഇവരൊക്കെ. എന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വലിയ ഇസ്ലാമിക ആശയമാണ് എന്നാണ് അലിയാർ കാസിമി പറയുന്നത്. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഒരുപാടുണ്ട്. ഞാൻ നേരത്തെ എന്റെ കളക്ഷൻസിൽ ഉള്ളതാണ് ഒത്തിരി കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, ഇസ്ലാം വിരുദ്ധ കാര്യങ്ങൾ ഇവർ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഈ ശരീഅത്തും ഹഖീഖത്തും എന്നുള്ള 2 രൂപം ഇവിടെ ഉണ്ടാക്കിയ, അത് ശരിയല്ലേ? മഹാന്മാര് പഠിപ്പിച്ചതല്ലേ? ഹിദായത്തുൽ അദ്കി എന്ന് പറഞ്ഞ കിതാബ് എടുത്തു നോക്ക്. അതിൽ കൃത്യമായിട്ട് എന്താണ് ശരീഅത്ത്, എന്താണ് ഹഖീഖത്ത് എന്നൊക്കെ കൃത്യമായി മഹാന്മാര് വിവരിച്ചിട്ടുണ്ട്. കണ്ടോ, ശരീഅത്ത്, ത്വരീഖത്ത് എന്നിങ്ങനെ മറ്റൊരു പിളർപ്പ് കൂടി ഉണ്ടായി. ഇത് പിളർപ്പ് മഹാന്മാര് പഠിപ്പിച്ചതാണ്. അത് സൂഫിയാക്കളുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കാണാം. ഗസാലി ഇമാമിനെ പോലുള്ള മഹാന്മാര് പഠിപ്പിച്ചാൽ അതിനെയാണ് ഈ പ്രബോധനം വളരെ മോശമായ രൂപത്തിൽ വിമർശിക്കുന്നത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് പറയാനുള്ളത്, ഈ പ്രബോധനം ഒരു കാരണവശാലും മുസ്ലിങ്ങളുടെ വീട്ടിൽ കയറാവതല്ല. മുസ്ലിം ഭവനങ്ങളിൽ അതിന് പ്രവേശനം കൊടുക്കരുത്. മഹാനായ എടപ്പള്ളിയിലെ മർഹൂം അബൂബക്കർ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ അവര് പഠിപ്പിച്ച ത്വരീഖിലാണ് എറണാകുളത്തുകാർ മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ അലിയാർ കാസിമിയെ പോലെയുള്ള ബ്രിട്ടീഷുകാരുടെ അച്ചാരം പറ്റി ഇവിടെ ബ്രിട്ടീഷ് താല്പര്യങ്ങൾ പ്രചരിപ്പിച്ച, ഇസ്ലാം വിരുദ്ധ താല്പര്യങ്ങൾ പ്രചരിപ്പിച്ച ഇല്ലിയാസ് കാന്തലവി എന്ന് പറയുന്ന തബ്ലീഗുകാരുടെ നേതാവിന്റെ ആശയങ്ങൾ ഇപ്പോൾ കൊണ്ടു നടക്കുന്ന ജംഇയ്യത്തുൽ ഉലമായി ഹിന്ദിന്റെ നേതൃപദ പദവിയിലിരിക്കുന്ന അലിയാർ കാസിമിമാരുടെ തിട്ടൂരങ്ങളല്ല നമ്മൾ നടപ്പിലാക്കേണ്ടത് എന്നും മാത്രം ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഇപ്പോൾ വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിക്കുന്നു. വാഹിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.